അധ്യായം 23. കുതിരയുടെ വില. ഒരിക്കൽ തെനാലിരാമന് കലശലായ ജ്വരബാധയുണ്ടായി. എത്ര ചികിത്സിച്ചിട്ടും അസുഖം കുറഞ്ഞില്ല. ഏത് സമയവും മൂടി പൊതിച്ച് വീട്ടിൽ കിടപ്പായി. ഈ വിവരമറിഞ്ഞ് രാജപുരോഹിതൻ തെനാലിരാമനെ കാണാനായി ചെന്നു. മരുന്ന് കഴിച്ചിട്ട് അസുഖം മാറുന്നില്ലെങ്കിൽ പൂജയാണ് പ്രതിവിധി. രാമൻ്റെ ആയുരാരോഗ്യത്തിനായി നാം ഹോമവും പൂജയും ചെയ്യാം. പക്ഷേ കുറച്ച് പണം ചിലവാകും, രാജപുരോഹിതൻ പറഞ്ഞു. ഇക്കാര്യം പറഞ്ഞ് തെനാലിരാമനിൽ നിന്നും കുറേ പണം തട്ടിയെടുക്കാമെന്നാണ് അയാൾ കണക്ക് കൂട്ടിയത്. എത്ര ചിലവാകും? തെനാലിരാമൻ ചോദിച്ചു. 100 സ്വർണ്ണ നാണയം. 100 സ്വർണ്ണ നാണയമോ? അത്രയൊന്നും പണം ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. അതിന് രാമൻ്റെ കുതിരയെ വിറ്റാൽ പോരെ? പുരോഹിതൻ ഉപദേശിച്ചു. കുതിരയെ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കണമെങ്കിൽ എൻ്റെ അസുഖം മാറണ്ടേ? അതുകൊണ്ട് പൂജ നടത്തി എൻ്റെ അസുഖം മാറ്റൂ. അതിനുശേഷം ഞാൻ കുതിരയെ വിറ്റ് പണം തരാം, രാമൻ പറഞ്ഞു. പുരോഹിതൻ സന്തോഷത്തോടെ സമ്മതിച്ചു. 100 സ്വർണ്ണ നാണയമല്ലേ തെനാലിരാമനെ പറ്റിച്ച് നേടാൻ പോകുന്നത്? വാക്കു മാറില്ലല്ലോ? പുരോഹിതൻ ഒരിക്കൽ കൂടി ചോദിച്ച് ഉറപ്പുവരുത്തി. തെനാലിരാമൻ പറഞ്ഞാൽ അത് പറഞ്ഞതാണ്. കുതിരയെ വിറ്റ് കിട്ടുന്ന പണം എത്രയാണോ അത് തന്നിരിക്കും, തെനാലിരാമൻ പറഞ്ഞു. ഹോമവും പൂജയും നടന്നു. ഏതാനും ദിവസം കൊണ്ട് തെനാലിരാമൻ്റെ അസുഖവും മാറി. താമസിയാതെ തെനാലിരാമൻ കുതിരയുമായി ചന്തയിൽ ചെന്നു. കയ്യിൽ ചെറിയ കുട്ടയും കരുതിയിരുന്നു. 99 സ്വർണ്ണ നാണയങ്ങൾക്ക് ഈ കുട്ട വാങ്ങുന്നവർക്ക് കേവലം 1 സ്വർണ്ണ നാണയം കൂടി തന്ന് ഈ കുതിരയെ സ്വന്തമാക്കാം. ഈ അസുലഭ സൗഭാഗ്യം ഉപയോഗപ്പെടുത്തുക. തെനാലിരാമൻ ചന്തയുടെ മധ്യത്തിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. അയാളുടെ ചുറ്റും ആൾക്കാർ കൂടി. പുതിയ തരം കച്ചവടത്തിൽ കൗതുകം തോന്നിയ ഒരാൾ രാമനെ സമീപിച്ചു. ഇതാ കുട്ടയുടെയും കുതിരയുടെയും വില. അയാൾ 100 സ്വർണ്ണ നാണയങ്ങൾ നൽകി കുട്ടയും കുതിരയും സ്വന്തമാക്കി. തെനാലിരാമൻ അവിടുന്ന് നേരെ ചെന്നത് പുരോഹിതൻ്റെ വീട്ടിലേക്കായിരുന്നു. വരാന്തയിൽ ഇരിക്കുകയായിരുന്ന പുരോഹിതനെ താണു തൊഴുതിട്ട് 1 സ്വർണ്ണ നാണയം അയാളുടെ മുന്നിൽ വെച്ചു. എന്തിനാണിത്? അത്ഭുതത്തോടെ പുരോഹിതൻ ചോദിച്ചു. പൂജ നടത്തിയതിൻ്റെ പ്രതിഫലം. 1 സ്വർണ്ണ നാണയമോ? പൂജ ചെയ്യാൻ എനിക്ക് 100 സ്വർണ്ണ നാണയങ്ങളാണ് ചിലവായത്. എന്നെ പറ്റിക്കാൻ നോക്കിയാലുണ്ടല്ലോ, പുരോഹിതൻ കയർത്തു. അങ്ങയോട് അന്ന് ഞാൻ പറഞ്ഞത് കുതിരയെ വിറ്റ് കിട്ടുന്ന പണം തരാമെന്നാണ്. ഞാൻ കുതിരയെ വിറ്റത് 1 സ്വർണ്ണ നാണയത്തിനാണ്. അത് ഞാൻ തന്നിട്ടുണ്ട്. സംശയമുണ്ടെങ്കിൽ ചന്തയിൽ പോയി അന്വേഷിക്കാം, തെനാലിരാമൻ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു. പുരോഹിതൻ്റെ തല താണുപോയി. തെനാലിരാമൻ തന്നെക്കാൾ ബുദ്ധിമാനാണെന്ന് ഒരിക്കൽ കൂടി പുരോഹിതന് ബോധ്യമായി. അധ്യായം 24. ക്ഷുരകൻ്റെ ആഗ്രഹം. കൃഷ്ണദേവരായരുടെ ക്ഷുരകൻ മഹാമിടുക്കനാണ്. മുഖം നോവാതെ ക്ഷൗരം ചെയ്യാൻ അയാൾക്ക് പ്രത്യേക കഴിവുണ്ടായിരുന്നു. പതിവ് പോലെ ഒരു ദിവസം രാവിലെ ചക്രവർത്തിയെ ക്ഷൗരം ചെയ്യാൻ ക്ഷുരകൻ ചെന്നപ്പോൾ അദ്ദേഹം നല്ല ഉറക്കത്തിലായിരുന്നു. ക്ഷുരകന് ചക്രവർത്തിയെ ഉണർത്താൻ ധൈര്യമുണ്ടായില്ല. എന്നാൽ ക്ഷൗരം ചെയ്യാതിരിക്കാനും കഴിഞ്ഞില്ല. പതിവ് തെറ്റിയാൽ ചക്രവർത്തി കോപിച്ചത് തന്നെ. അതുകൊണ്ട് ചക്രവർത്തിയെ ഉണർത്താതെ തന്നെ ക്ഷൗരം ചെയ്യാൻ ക്ഷുരകൻ തീരുമാനിച്ചു. ക്ഷുരകൻ ക്ഷൗരം ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ചക്രവർത്തി ഉണർന്നത്. കണ്ണാടിയിൽ നോക്കിയപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടുപോയി. മുഖം ക്ഷൗരം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. അദ്ദേഹം ഉടനെ ക്ഷുരകനെ വരുത്തി. നീ ഇത്ര മിടുക്കനാണെന്ന് നാം അറിഞ്ഞില്ല. നാം അറിയാതെ എത്ര വിദഗ്ധമായാണ് നീ നമ്മുടെ മുഖം ക്ഷൗരം ചെയ്തിരിക്കുന്നത്. നിനക്ക് എന്താണ് വേണ്ടത്? ചോദിച്ചോളൂ, നാം തരാം, ചക്രവർത്തി സന്തോഷത്തോടെ പറഞ്ഞു. ക്ഷുരകന് സന്തോഷമായി. അയാൾ തൊഴുതുകൊണ്ട് പറഞ്ഞു. അടിയന് വലിയ ആഗ്രഹമൊന്നുമില്ല തമ്പുരാനെ. ഒരു പുരോഹിതനാകണമെന്ന് അടിയൻ ആഗ്രഹമുണ്ട്. അതിനങ്ങ് കനിയണം. അത് കേട്ട് ചക്രവർത്തി ഒന്ന് അമ്പരന്നു. പക്ഷേ ക്ഷുരകന് വാക്ക് കൊടുത്തതാണ്. നടത്തി കൊടുക്കാതിരിക്കാനാവില്ല. കൃഷ്ണദേവരായർ പുരോഹിതന്മാരെ വിളിപ്പിച്ചു. എത്രയും വേഗം കൊട്ടാരം ക്ഷുരകനെ ഒരു പുരോഹിതനാക്കി മാറ്റുക. ഇത് നമ്മുടെ കൽപ്പനയാണ്.
ചക്രവർത്തി ആജ്ഞാപിച്ചു. പുരോഹിതർ ഞെട്ടി. ഒരു ക്ഷുരകനെ എങ്ങനെ പുരോഹിതനാക്കും? കുറച്ചു പേർ വിചാരിച്ചാൽ ഒരാളെ പുരോഹിതനാക്കാനാവില്ല. അതിന് ചില ശാസ്ത്രവിധികളുണ്ട്. പക്ഷേ അതൊന്നും കേൾക്കാൻ ചക്രവർത്തി തയ്യാറായില്ല. ക്ഷുരകനെ പുരോഹിതനാക്കിയില്ലെങ്കിൽ കൊട്ടാരത്തിലെ എല്ലാ പുരോഹിതരെയും ചക്രവർത്തി പുറത്താക്കും. ഈ പ്രശ്നത്തിന് എന്താണ് ഒരു പരിഹാരം? പുരോഹിതന്മാർ പല രീതിയിലും ആലോചിച്ചു. ഒരു വഴിയും കിട്ടിയില്ല. ഒടുവിൽ അവർ തെനാലിരാമനെ തന്നെ സമീപിക്കാൻ തീരുമാനിച്ചു. രാമ, എങ്ങനെയെങ്കിലും ഞങ്ങളെ ഈ കുരുക്കിൽ നിന്ന് രക്ഷിക്കണം. എന്ത് വേണമെങ്കിലും തരാം. പുരോഹിതന്മാർ തെനാലിരാമൻ്റെ മുന്നിൽ തൊഴുതു നിന്നു. തെനാലിരാമൻ കുറച്ചു നേരം ആലോചിച്ചിരുന്നു. പിന്നെ ഒരു പുഞ്ചിരിയോടെ പുരോഹിതന്മാരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, പ്രശ്നം പരിഹരിച്ചു തരാം. പക്ഷേ ആദ്യം 10,000 സ്വർണ്ണ നാണയങ്ങൾ എനിക്ക് തരണം. പുരോഹിതന്മാർ എന്ത് കൊടുക്കാനും തയ്യാറായിരുന്നു. അവർ ഉടനെ തന്നെ നാണയങ്ങൾ കിഴിയിലാക്കി തെനാലിരാമൻ്റെ വീട്ടിലെത്തിച്ചു. ശരി, ഇനി ധൈര്യമായി വീട്ടിൽ പോയിക്കോളൂ. ഞാൻ എല്ലാം ശരിയാക്കി തരാം. തെനാലിരാമൻ പുരോഹിതന്മാരെ ആശ്വസിപ്പിച്ച് പറഞ്ഞു വിട്ടു. പിറ്റേന്ന് രാവിലെ തെനാലിരാമൻ ഒരു കറുത്ത നായയുമായി പുറപ്പെട്ടു. ചക്രവർത്തി പതിവായി നടക്കാറുള്ള വഴിയരികിലെ കുളത്തിനരികെ നായയുമായി കാത്തുനിന്നു. ചക്രവർത്തി വരുന്നത് കണ്ടതും തെനാലിരാമൻ നായയെ വെള്ളത്തിൽ മുക്കി താളിയും ഇഞ്ചിയും തേച്ച് ഉരച്ചു കുളിപ്പിക്കാൻ തുടങ്ങി. പേടിച്ചരണ്ട നായ ഉറക്കെ മൂങ്ങിക്കൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ തെനാലിരാമൻ അതൊന്നും കണക്കാക്കാതെ കുളിപ്പിക്കാൻ തുടർന്നു. നിന്നെ ഇന്ന് വെളുപ്പിച്ചിട്ടേ ഞാൻ അടങ്ങൂ. തെനാലിരാമൻ നായയെ വീണ്ടും വെള്ളത്തിൽ മുക്കുകയും ഇഞ്ച കൊണ്ട് തേച്ച് ഉരയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. തെനാലിരാമൻ്റെ ഈ ജോലി ചക്രവർത്തി ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന് അതിൽ കൗതുകം തോന്നി. ചക്രവർത്തി കുതിരപ്പുറത്തു നിന്ന് ഇറങ്ങി തെനാലിരാമൻ്റെ അരികെ ചെന്ന് ചോദിച്ചു, എന്താണ് രാമ ഈ കാട്ടുന്നത്? ഇതിനെ വെളുപ്പിക്കുകയാണ് തമ്പുരാനെ, തെനാലിരാമൻ അറിയിച്ചു. അത് കേട്ട് ചക്രവർത്തി പൊട്ടിച്ചിരിച്ചു. കറുത്ത നായയെ കുളിപ്പിച്ച് വെളുപ്പിക്കുകയോ? നിനക്ക് വട്ടുണ്ടോ രാമ? അദ്ദേഹം ചോദിച്ചു. ഒരു ക്ഷുരകന് പുരോഹിതനാകാമെങ്കിൽ കറുത്ത നായയെ കുളിപ്പിച്ച് വെളുപ്പിക്കാനുമാകും തമ്പുരാനെ, രാമൻ പറഞ്ഞു. അത് കേട്ട് ചക്രവർത്തി സ്തംഭിച്ച് നിന്നുപോയി. അപ്പോഴാണ് അദ്ദേഹത്തിന് തൻ്റെ തെറ്റ് മനസ്സിലായത്. ഉടൻ തന്നെ കൊട്ടാരത്തിൽ ചെന്ന് ചക്രവർത്തി ക്ഷുരകനെ വിളിപ്പിച്ചു. നിനക്ക് തന്ന വാക്ക് പിൻവലിക്കാൻ എന്നെ അനുവദിക്കണം. നിനക്ക് മറ്റെന്ത് പാരിതോഷികവും ഞാൻ തരാം. നീ ഒന്ന് ഓർക്കണം, ഏതാനും ക്ഷുരകന്മാർ വിചാരിച്ചാൽ ഒരു ക്ഷുരകനെ ഉണ്ടാക്കാൻ പറ്റില്ല. ദീർഘകാലത്തെ പ്രയത്നവും കഴിവും കൊണ്ടാണ് വിദഗ്ധനായ ഒരു ക്ഷുരകൻ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെയാണ് പുരോഹിതൻ്റെ കാര്യവും. നിന്നെ മറ്റുള്ളവർ ചേർന്ന് പുരോഹിതനാക്കിയാലും ആരും തന്നെ നിന്നെ പുരോഹിതനായി അംഗീകരിക്കുകയില്ല. ആരും അംഗീകരിക്കാത്ത ഒരു പദവി കിട്ടിയിട്ട് അതുകൊണ്ട് എന്ത് പ്രയോജനം? ക്ഷുരകന് തനിക്ക് പറ്റിയ തെറ്റ് ബോധ്യമായി. അയാൾ ചക്രവർത്തിയുടെ വാക്കുകൾ അനുസരിച്ചു. അദ്ദേഹം നൽകിയ സമ്മാനം വാങ്ങി സന്തോഷത്തോടെ മടങ്ങി. തൻ്റെ കണ്ണു തുറപ്പിച്ച തെനാലിരാമന് വിലപിടിപ്പുള്ള പാരിതോഷികങ്ങൾ നൽകാൻ ചക്രവർത്തി മറന്നില്ല. കഥ ഏവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ. നന്ദി, നമസ്കാരം.